കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി. പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന
അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, ആത്മാവാൽ വഴി നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ, ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലുടനീളം നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. പിതാവേ, മഹത്വം. പിതാവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനത്തിൽ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള സ്റ്റോളിൽ മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യാശയുടെ മഹാ ജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ സന്നിധാനത്തെ അഭിവന്യ ആലപ്പുഴ രൂപത അധ്യക്ഷൻ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുവാനുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി ഉയർത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള കുമ്പസാര ശുശ്രൂഷ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള സഹോദരങ്ങൾക്ക് മിനിമം 3 ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ തുടങ്ങാവുന്നതാണ്. കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ മധ്യസ്ഥ പ്രാർത്ഥനയാണ് അഖണ്ഡ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒക്ടോബർ 25 നിങ്ങൾക്കറിയാവുന്നതുപോലെ മഹാ അഖണ്ഡ ജപമാല റാലി കൃപാസനത്തിൽ നിന്ന് അർത്തുങ്കിലോട്ട് നടക്കുന്ന സമയത്ത് വിവിധങ്ങളായ ഈ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് അന്നേ ദിവസവും
റാലി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ നേരിട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയാത്ത സഹോദരങ്ങൾ എത്രയും വേഗം വന്ന് സാക്ഷ്യം പറഞ്ഞ് അത് ദൈവമഹത്വ രൂപാന്തരീകരണമായും നിങ്ങളുടെ തന്നെ സാക്ഷ്യത്തിൻ്റെ സ്ഥിരീകരണവുമാക്കി മാറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രാർത്ഥന കൗൺസിലിങ്ങിനും കൈവയ്പ് ശുശ്രൂഷയ്ക്കുമായിട്ട് കാണാൻ ആഗ്രഹിച്ച് കടന്നു വരുന്ന സഹോദരങ്ങൾ അച്ഛൻ ആ ദിവസം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുവാൻ 9447285400 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറഞ്ഞിട്ടുള്ള ഒരു നിബന്ധനയാണ് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ 11:30 മണിയോടുകൂടി നിങ്ങൾക്കത് കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ FRVP ജോസഫ് കൃപാസനത്തിലൂടെയും ഒപ്പം തന്നെ ഫേസ്ബുക്ക് പേജായ FRVP ജോസഫ് കൃപാസനത്തിലൂടെയും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഷക്കീന ടെലിവിഷനിലൂടെയും നിങ്ങൾക്ക് തത്സമയം പങ്കെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയെല്ലാം ആ ധ്യാനം ഷെയർ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുത്ത സമയത്ത് അച്ഛന് പ്രത്യേകമായിട്ട് ദൈവം കൊടുത്ത ഒരു നോട്ട് എന്നത് ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്കറിയാവുന്ന പോലെ രാവിലെ 5:30 മണിക്കാണ് അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പോകാൻ പോകുന്ന എല്ലാ മേഖലകളിലെയും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഡോക്യുമെൻസും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഒരു ആരാധന മനസ്സ് നിറച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആഴവും ഉയരവും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തു തന്നെയായാലും ഇതെല്ലാം പരിഹരിക്കാൻ അപ്പുറത്ത് കഴിവുള്ള കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിൽ നിന്നാണ് ആരാധന മുളപൊട്ടി വരുന്നത്. നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കണ്ണീരിൻ്റെ ഈ കാലത്ത് അങ്ങയെ ആരാധിക്കുവാൻ ആരാധിച്ച് പരിഹാരം കാണുവാൻ അങ്ങേ സ്നേഹത്താൽ എന്നെ നിന്റെ സന്നിധാനത്തിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ലഭിക്കുന്ന ഈ ആരാധനയ്ക്ക് പ്രത്യേക പരിഗണനയാൽ നീ എന്നെ ക്ഷണിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എന്നെ ആരാധിക്കുവാൻ എനിക്ക് യോഗ്യത നൽകണമേ. എന്റെ ഇന്നത്തെയും എക്കാലത്തെയും എല്ലാ യോഗ്യതയും ഓർത്തുകൊണ്ട് ഞാൻ മനസ്തപിക്കുന്ന കർത്താവേ,
എനിക്ക് പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ യോഗ്യത നൽകണമേ. എന്റെ കർത്താവേ, എന്റെ ആരാധനയെ സ്വീകരിക്കുന്നതിനായി നിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ എന്നെ നിറക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഉയരുന്നതനുസരിച്ച് ഈ ടെൻഷൻ ബൈ ടെൻഷനാണ് നമ്മൾ ദൈവത്തിൽ ഉയർന്നു വരണത്. ടെൻഷൻ ബൈ ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷനെ മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ അനുഭവിക്കുന്നതിന് ടെൻഷനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പോസിറ്റീവായിട്ട് വേണം. കാര്യം ഞാൻ ഈ ടെൻഷൻ്റെ ആളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഈ ടെൻഷൻ്റെ പ്രോബ്ലം ഉണ്ട്. എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യണമെന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി, അത് ചെയ്ത് തീരണവരെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ചെയ്ത് തീരണവരെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. അപ്പം ഞാനെന്ത് ചെയ്യും? എനിക്കങ്ങനെ വലിയ കൂട്ടുകാരൊക്കെ ഒന്നുമില്ല ഇങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഉള്ള. എൻ്റെ ഒരു പഠനകാലം വെച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് നല്ലൊരു കാലമല്ല. സപ്പോർട്ട് കുറവായിരിക്കും. ഇപ്പം ചില വീടുകളിലൊക്കെ ഒത്തിരിയേറെ കസിൻസും കസിൻസൊക്കെ എനിക്കുണ്ട്, പക്ഷെ ഉള്ള അകലെയാണ് അവരൊക്കെ, അടുത്തൊന്നുമല്ല. അതുകൊണ്ട് ഡയറക്റ്റ് പേഴ്സണൽ സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പനാണെങ്കിൽ അപ്പൻ അധികം സംസാരിക്കുന്ന ആളല്ല, അപ്പൻ കൽപ്പിക്കുന്ന ആളാണ്, പക്ഷെ സ്നേഹിക്കും, അടുപ്പമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അപ്പൻ ക്ഷിപ്രകോപിയ. അപ്പം അത് എക്സ്ട്രാ ടെൻഷൻ ഉണ്ടാകും. പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് തീർന്നില്ലെങ്കിൽ അതിന് എക്സ്ട്രാ ടെൻഷൻ. അപ്പം നമ്മളെന്ത് ചെയ്യും? ഈ ടെൻഷനെല്ലാം കുഞ്ഞുനാൾ തന്നെ അറിയാവുന്ന പ്രാർത്ഥനകളിലേക്ക് ഈ ടെൻഷനെല്ലാം പ്രാർത്ഥനയുടെ ഒരു ചാലിലൂടെ എടുക്കും. അങ്ങനെയാണ് ഞാൻ ഈ കർത്താവിൻ്റെ മാലാഖ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പം അത് അന്ന് ഞാൻ അറിയാതെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് വിശ്വസിച്ചല്ല പ്രാർത്ഥിക്കണത്, സ്നേഹിച്ചാണ് പ്രാർത്ഥിക്കണത്. പ്രാർത്ഥനയുടെ ഒരു വ്യത്യാസം വന്നുപോയി. ഈ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ പണ്ട് വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരേ സാധനം തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്നതും ഇന്ന് ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പണ്ട് നമ്മൾ വെള്ളം കുടിച്ചിരുന്നത് ദാഹം കെടാൻ വേണ്ടിയാണ്, അല്ലേ? ഇന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകരുത്, പിന്നെ കിഡ്നിയുടെ പ്യൂരിഫിക്കേഷൻ ഉണ്ടാകണം. ഇപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്കറിയാം. ഇപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടുതൽ അറിയാം. കാര്യം അവരുടെ സിലബസ് എല്ലാം കുറച്ചുകൂടി മെച്ചമായ സിലബസാണ്. അപ്പോൾ വെറുതെ വെള്ളം കുടിക്കണതല്ല, അവരതാണ് വാട്ടർ ബോട്ടിൽ കൂടെ നടക്കുന്നതാണ്. പിള്ളേരുടെ എല്ലാവരുടെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, അവർ കുടിക്കുകയും ചെയ്യും കൃത്യമായിട്ട്. അവരുടെ തൊലിയൊക്കെ മിനുങ്ങിയിരിക്കണതിൻ്റെ കാര്യം എന്താണ്? വെള്ളം കുടിക്കണതാണ്. നമുക്ക് തൊലി മിനുങ്ങണത് നമുക്ക് വെള്ളം കുടിക്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ലായിരുന്നല്ലോ, ഇല്ലേ? നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലിറ്ററിങ് ആയിട്ടിരിക്കുന്നത് വെള്ളം കുടിക്കണമായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ല. സൗന്ദര്യത്തെ പോലും നമ്മൾ വെള്ളം കുടിക്കണമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ദാഹം വരുന്നു, വെള്ളം കുടിക്കുന്നു. ഇപ്പം സൗന്ദര്യവും വെള്ളവുമായിട്ടല്ലേ ഏറ്റവും കൂടുതൽ. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരും പറയും വെള്ളം കുടിക്കാൻ പറയും, ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറയും. തൊലിയൊക്കെ ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ഹൈഡ്രേറ്റഡ് ഇരിക്കുമ്പോൾ തന്നെ ആൾ കറുത്തു പോകും. ആൾ വെളുത്തു വരാൻ വേണ്ടി വെള്ളം കുടിക്കാൻ പറയും. അപ്പോൾ വെള്ളത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറിയില്ലേ, ഇല്ലേ? പണ്ട് ദാഹത്തിന് മാത്രം നമ്മൾ കുടിച്ചു, ഇപ്പം നമ്മൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി കുടിക്കുന്നു. ഈ ഒരു ഫോർമാറ്റ് ചേഞ്ചിങ് ആധ്യാത്മികതയിൽ വരണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർ 1-2 ദിവസം ഇവിടെ സാക്ഷ്യത്തിനത് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നപ്പോൾ കർത്താവ് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ആൾക്കാരോട് സംസാരിക്കും. എൻ്റെ കുർബാനയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് രാത്രിയും പകലൊക്കെ ഒരുങ്ങിയാണ് വരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ആൾക്കാരുടെ മുമ്പ് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് ദൈവിക രഹസ്യങ്ങൾ, കാര്യം നമ്മുടെ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത,
ഭയങ്കര ട്രഷറാണിത്. പക്ഷെ ഭയങ്കര പ്രാക്ടിക്കലുമാണ്. ഈ ബൈബിളിൻ്റെ വചനങ്ങൾ അറിഞ്ഞ് ആപ്ലിക്കേറ്റ് ചെയ്താണ് നമ്മളിത് ദൈവത്തിൽ ഉയർന്ന് വളർന്നൊക്കെ വരണത്. അപ്പം അതുകൊണ്ട് ബൈബിളൊക്കെ കേൾക്കുമ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നം. ഞാൻ കുർബാനത്തിൻ്റെ പറയില്ല, കുർബാനയ്ക്ക് വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കത്തില്ല. അവരവർക്കും കുർബാനയുടെ മെയിൻ സംഭവം ആ വാഴ്ത്തും കോൺസെക്രേഷനാണ് എന്ന് പറഞ്ഞാൽ കോൺസെക്രേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കും. എവങ്കേലിയോ പോലും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. കാര്യം കുർബാനയിൽ ഇതെല്ലാം ഒരുപോലെയാണ്. എവങ്കേലിയും മുറിക്കണതും വചനം മുറിക്കണതും കർത്താവിൻ്റെ ശരീരം അൾത്താരെ മുറിക്കണതും രണ്ടും ഒരേ പ്രോസസ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ വചന പ്രഘോഷണത്തിൽ ഇപ്പം വചനാധിഷ്ഠിതമായിട്ടാണ് അച്ഛൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊതിയോടുകൂടി കേട്ടിരിക്കണം. വചനം എപ്പോഴും ഓരോ ടൂളാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നീ ആ മേഖലയിൽ കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എല്ലാമാണ്. എന്നിട്ട് പറയും എല്ലാവരിലുമാണെന്ന് പറയും. കൊളോസ്യസ് നമുക്ക് എടുത്ത് ആ വചനം എടുത്ത് കൊളോസോസ് 3:11 ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല. അതാണ് സ്റ്റാറ്റസിനെ ഇവർ നള്ളിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റാറ്റസിലുള്ള ആൾക്കാരല്ലേ. നമ്മൾ സമുദായത്തിലൊക്കെ ജീവിക്കുമ്പോൾ ബൈബിൾ എങ്ങനെയൊക്കെ വളർന്നാലും ഈ സ്വീകരിക്കുന്നത് മനുഷ്യനായത് കാരണം ബൈബിളിൻ്റെ ചിറക് അരിഞ്ഞാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു പക്ഷിയെ വളർത്താൻ വേണ്ടി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എൻ്റെ ചിറകെ വെട്ടിക്കണേ. ബൈബിളിൽ നമ്മൾ സ്വീകരിച്ചത് വളർത്തു പക്ഷിയെ പോലെയാണ്. ബൈബിൾ ഭയങ്കര പവർഫുള്ളാണ്. പക്ഷെ നമ്മുടെ ജാതിയും നമ്മുടെ സമുദായവും ഒക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ ബൈബിൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെ ഒരു അച്ഛൻ നടന്നു വന്ന്, ഒരു എസ്ചക്കാരൻ, അങ്ങനെ ഓക്സ്ഫോർഡ് പഠിച്ച ആളാണ്. ഓക്സ്ഫോർഡ് പഠിച്ചിട്ട് ഇപ്പോഴ് റോമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജിൽ. അദ്ദേഹം നല്ല പ്രൊഫസറാണ്. അപ്പം അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈ മങ്കൊമ്പ് വഴി മഴയത്ത് നടന്ന് വന്ന് കൊന്തയഞ്ചേരിക്കൊണ്ട് മാതാവിൻ്റെ അടുത്ത് ലീവിന് വന്നതാണ് നാട്ടിൽ. എനിക്കാണെങ്കിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു ബഹുമാനം തോന്നി. കാര്യം അദ്ദേഹം ഒരു ഉന്നതമായ നിലവാരത്തിൽ എഡ്യൂക്കേഷൻ ലെവലിൽ ഭയങ്കര ഹൈയാണ്. പല പല ഭാഷകളറിയാം, പക്ഷേ വിശ്വാസത്തിൽ അതിനേക്കാൾ ഹൈയാണ്. ഞാൻ രാത്രി അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ അദ്ദേഹം എനിക്ക് നന്ദിയൊക്കെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചതിന്. അപ്പം ഞാനൊരു പറഞ്ഞു, നിങ്ങൾ അക്വിനാസിനെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞ് വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ട്. നിങ്ങൾ അക്വിനാസിനെ പോലെയാണ്. എന്താണ് അക്വിനാസിൻ്റെ പ്രത്യേകത? വിശുദ്ധ അക്വിനാസിൻ്റെ പ്രത്യേകത, നിങ്ങൾ വിശുദ്ധനാണ് അതേസമയം തന്നെ നല്ല വിജ്ഞാനിയാണ്. ഈ വിജ്ഞാനം കൂടുമ്പോൾ വിശുദ്ധി കുറവില്ല ചില ആൾക്കാർക്ക്. ഈ എസ്സിന് അങ്ങനെയില്ല. വിജ്ഞാനവും കൂടി വിശുദ്ധിയും കൂടി എൻ്റെ ഒപ്പം. അത് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകും അത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറയണത്, ചില ആൾക്കാർക്ക് ഈ വിജ്ഞാനം കൂടിക്കഴിയുമ്പോൾ വിശുദ്ധി കുറയും. അത് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കപ്പാസിറ്റി, ഈ മെരിറ്റിന് അങ്ങനെ ഒരു ദോഷമുണ്ട്. എന്താണ് മനുഷ്യന്മാരുടെ ഒരു ശത്രു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഉടമ്പടി ഭാഷയാണ് ഉപയോഗിക്കണമെങ്കിൽ പറയും മെരിറ്റ് ഈസ് ദ എനിമി. നമ്മുടെ ശത്രു മെരിറ്റാണ്. മെരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പുതിയ ശത്രു ഉടമ്പടി നമ്മളെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് തരും നമുക്ക്. ഉടമ്പടിയുടെ ഒരു ഗുണം അതാണ്. ഉടമ്പടി നമ്മൾ കൺഫ്രണ്ട് ചെയ്യാത്ത, നമ്മളെ അജ്ഞാതമായ കോണിൽ നിന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്ന ഒരു അജ്ഞാത ശത്രുവിനെ, പുരാതനമായ ഒരു ശത്രുവിനെ ഉടമ്പടി ഇങ്ങനെ മുമ്പിൽ കൊണ്ടുവരും. അയാളുടെ പേര് മെരിറ്റ് എന്നാണ്. മെരിറ്റ് എന്ന് വെച്ചാൽ കപ്പാസിറ്റി, നമ്മുടെ യോഗ്യത. നമ്മുടെ യോഗ്യതയ്ക്ക്
ഇവൻ നമ്മൾ എന്തുമാത്രം അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു പിടിയില്ല. കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും ഇപ്പം ഞങ്ങൾക്കൊരു 50 ലക്ഷം രൂപ FD ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നിങ്ങളെ പ്രാർത്ഥിക്കത്തുള്ളൂ. ഉറപ്പല്ലേ? നിങ്ങൾക്ക് കാലണ ഇല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാലക്കെട്ടി വീഴും. കാലണ കയ്യിലില്ലെങ്കിൽ കർത്താവിൻ്റെ കാലക്കെട്ടി വീഴും. അലമാര നിറച്ച് കാശാണെങ്കിൽ അതിൻ്റെ കുറച്ചേ പ്രാർത്ഥിക്കത്തുള്ളൂ. ഇത് ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഇന്നേറ്റ് എനിമി എന്ന് പറയുന്നത് ആന്തരിക ശത്രു എന്ന് പറഞ്ഞ മെരിട്ടാണ്. ഈ ഉടമ്പടി ഈ മനുഷ്യൻ ഗതി കിട്ടാതെ കിടക്കുന്ന കാരണങ്ങൾ ഒന്ന്, അതിൻ്റെ ഒരു കാരണം ഈ മെരിറ്റിലുള്ള റീസണബിൾ ആയിട്ടുള്ള അഡിഹറൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ യോഗ്യതയിലുള്ള അമിതമായ ആശ്രയം. എൻ്റെ മക്കളിത് ശരിക്കും മനസ്സിലാക്കണം. ഇതൊരു വളരെ സീരിയസ് ആയിട്ട് മെക്കാനിക്കലായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കണം. നമ്മുടെ പല പ്രശ്നങ്ങളും ദൈവം രജിസ്റ്റർ ചെയ്യത്തില്ല. ചില പ്രാർത്ഥനകളുടെ ഒരു കുഴപ്പം, ദൈവം ആ പ്രാർത്ഥന രജിസ്റ്റർ വരത്തില്ല. ഇപ്പം നമ്മളിങ്ങനെ കമ്പ്യൂട്ടറൊക്കെ 100 കണക്കിന് അടിച്ചാലും ചില ആ സേവ് ബട്ടൺ അമർത്തിയില്ലെങ്കിൽ എല്ലാം ഡിലീറ്റായി പോകും. അതുപോലെ പ്രാർത്ഥനകളും എല്ലാം ഡിലീറ്റാണ്, പലതും ഡിലീറ്റായി പോയിട്ടുണ്ട്. നമ്മൾ ചെറുപുറ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഓട്ടോമാറ്റിക് ഡിലീറ്റിങ് വരും ഇതിൻ്റെ അകത്ത്. അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന രജിസ്റ്റർ ആകാത്തതിൻ്റെ കാരണം ഇതിൻ്റെ അവലംബങ്ങളുടെ കുഴപ്പമാണ്. അവലംബങ്ങളെന്ന് പറയണത് ഇപ്പം നമുക്ക് കുറച്ച് ആസ്തി ഭദ്രതയുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യത്തിന് അവലംബങ്ങളുള്ളു. ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് രോഗിനെയും കൊണ്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ തന്നെ രോഗിയായിട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് ആംബുലൻസ് പറപ്പിച്ച് വിടുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾക്കൊരു ധാരണ ഉണ്ട്, എന്താ നമ്മുടെ മരുമകനാണ് അവിടെ സർജൻ. എന്നാൽ പിന്നെ ഈ ആംബുലൻസിൽ കിടക്കുന്ന രോഗിക്ക് പകുതി ദൈവം മരുമകനായിരിക്കും. പിടിയിട്ടില്ലേ? ഈ അറ്റാക്ക് അടിച്ചുകൊണ്ട് ആംബുലൻസിൽ കയറി കൂയി പോണ പാർട്ടി അവിടെ സർജൻ മരുമകനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് കുറഞ്ഞുള്ള ആദ്യമേ ഉള്ളൂ. മരുമകൻ ആണല്ലോ അവിടെ. ഇനിയിപ്പോൾ ചെന്ന് പെട്ടാൽ മതിയല്ല അവിടെ. അപ്പം പിന്നെ പ്രാർത്ഥിക്കണ റോഡിൻ്റെ ഗട്ടർ കുറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കത്തുള്ളൂ. ഓപ്പറേഷൻ മരുമകനല്ല. ഇതെന്ത് നമ്മുടെ മെരിറ്റുകൾ നമ്മളുടെ പ്രാർത്ഥനയെ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മെരിറ്റുമില്ലാത്ത ആൾക്കാരായിട്ട് ദൈവതിരുസന്നിധിയിൽ നിൽക്കണം. ഒരു മെരിറ്റുമില്ലാത്ത നമ്മൾ കണ്ട ആ സാക്ഷ്യത്തിൽ റോസ് ബെന്നിയുടെ സാക്ഷിയാണ്. റോസ് ബെന്നി നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരിയാണ്, ശമ്പകുളത്തുകാരിയാണ്. ആ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ അവലംബങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഭയങ്കര രസമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിത ഉപാധി എന്ന് പറയുന്നത് ഒരു പാടശേഖരമാണ്. 9 ഏക്കറുള്ള ഒരു പാടശേഖരമാണ്. ഈ പാടത്തുനിന്ന് നെല്ല് കൊയ്തെടുത്തിട്ട് വേണം ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, അതുങ്ങളെ പഠിപ്പിക്കാനും പിന്നെ ബാക്കിയുള്ള ഹൗസ് മെയിൻ്റെനൻസ് എല്ലാം നടത്തേണ്ട ഇതിലേതാണ്. ബെന്നിയും ഇവരും 2 പേരും കർഷകരാണ്. അപ്പോൾ ഇവരുടെ പരിപാടി ഈ നെല്ലിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ ഒന്നാതിരെ കുട്ടനാടൻ പാടശേഖരങ്ങളെ എപ്പോഴും നമുക്ക് ഭീഷണിയാകുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, അപ്പം തന്നെ മലവെള്ളം പാഞ്ഞുകൊണ്ട് വരും. ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, ഒരു 5-6 ദിവസം നിന്ന് പെയ്ത അപ്പം തന്നെ പമ്പ എന്ന് പറയുന്ന ഭയങ്കര ഒരു ഭീകര ജീവിയാണ് സംഭവം. അത് മുഴുവനും വന്ന് ആ കുട്ടനാട് മുഴുവൻ മുക്കിക്കളയും. കടലിൽ ദിവസങ്ങളിൽ വെള്ളം എടുക്കത്തില്ല. അതിങ്ങനെ ടൈഡ് നോക്കിയിട്ടാണല്ലോ വെള്ളം എടുക്കുന്നത്. ഇപ്പോൾ വെള്ളം എടുക്കാത്ത ദിവസമാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ പാടശേഖരത്തൊക്കെ കയറും. ആപ്പടെ ഇപ്പോൾ ഒരു വലിയ കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എങ്കിലും ഇതിൻ്റെ അകത്ത് വിശ്വാസഭീരന്മാരുണ്ട്. അവർക്കൊരു കഷ്ടപ്പാടും ഉണ്ടാകത്തില്ല ഒരിക്കലും. പ്രാർത്ഥിക്കുന്ന കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വിശ്വാസഭീരന്മാർക്കൊരു പ്രശ്നമില്ലേ. അവർക്ക് ഉള്ള കഷ്ടപ്പാടെന്ന് പറയുന്നത് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കും ദൈവം. ഇവർ ടെൻഷനെ വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ടെൻഷനെ അതിജീവിക്കും.
നമ്മൾക്ക് ഈ പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ പുതിയ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത്. പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് അത് ശരിക്കും അവരത് പ്രയോജനപ്പെടുത്തും. ഇപ്പം ഈ റോസ്ബെന്നിയുടെ വിഷയം എന്ന് പറയണത്, ഇവർ നെല്ലെല്ലാം കുലച്ച് പാകമായി കൊയ്ത്ത് കാലമായപ്പോൾ പെട്ടെന്ന് ന്യൂനമർദ്ദം വന്നു. അപ്പോൾ എല്ലാം ഭയങ്കര കാറ്റ്. ഇപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെയല്ല, കടലോരത്തൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. മണിക്കൂറിന് 60 വെച്ചുള്ള കാറ്റാണ്. അപ്പോൾ അടിച്ചു തല്ലിപ്പോവും തെങ്ങെല്ലാം. അപ്പം ഞാറിങ്ങനെ വീണുപോയി, വെള്ളത്തിലേക്ക് വീണുപോയാൽ ഞാറിനൊരു കുഴപ്പമുണ്ട്. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ 1-2 ദിവസമൊക്കെ ഇങ്ങനെ ഈ കതിരയിലിങ്ങനെ നെല്ലൊക്കെ തൂങ്ങിക്കിടക്കും. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ വെള്ളത്തിലാണെങ്കിൽ പതുക്കെ ഇത് അടന്നടന്ന് ഇതിനകത്ത് വീഴും. നമുക്ക് 1-2 ദിവസം ആ സമയം തെറ്റിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടത്തില്ല, എല്ലാം അടന്നു പോകും. അതാണ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കുഴപ്പം. ഭയങ്കര സങ്കടകരമായ ഒരു കാഴ്ചയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷയും ഇങ്ങനെ അസ്തമിച്ച് പോണവർ തോന്നും. ഇപ്പം ന്യൂനമർദ്ദം കയറി കാറ്റടിച്ച് മഴയത്ത് ഈ 9 ഏക്കർ ഇങ്ങനെ അടിച്ചു തല്ലിപ്പോയപ്പോൾ അപ്പോഴും ബെന്നി റോസിനോട് ചോദിക്കുന്നു, നമ്മളെന്ത് ചെയ്യും, നമ്മൾ തീർന്നല്ല എന്ന് പറയും. കാര്യം കടമൊക്കെ മേടിച്ചൊക്കെ ഇതൊക്കെ ചെയ്യണത്, ഇതിൻ്റെ വളമൊക്കെ വാങ്ങിക്കുന്നത് കുറേയൊക്കെ ഗവൺമെൻറ് കൊടുക്കുമായിരിക്കും, ബാക്കിയെല്ലാം നമ്മൾ തന്നെ കൂടി ചെയ്യണം. എൻ്റെ വണ്ടി ഇറക്കണത്, ഉഴുതുമറിക്കണത് എല്ലാം കുറേ കടമുണ്ട്. ഇപ്പം കടവും പരിഹരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെയൊക്കെ കൊയ്ത് ഈ ന്യൂനമർദ്ദത്തിന് മുമ്പ് അപ്പോഴും ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കൊയ്ത് കൊണ്ട് ഗവൺമെൻറ് അല്ല ഇപ്പോൾ കൊയ്യണത്. ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ ഇത് മൊത്തമായിട്ട് എടുത്തിട്ട് അവർ അവിടെ വെച്ച് തന്നെ ഇത് ഉണക്കി അവിടെ വെച്ച് തന്നെ അരിയാക്കി കൊണ്ടുപോകുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ആ അരി എടുത്തിട്ട് ഇവർക്ക് വേണ്ട ഫണ്ട് അവരുടെ പാസ്ബുക്കിൽ കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്ന 100-ന് 108 കിലോനാണ് എടുക്കുന്നത്. അതിപ്പോൾ മുതലാകത്തില്ല. മനുഷ്യന്മാർക്ക് ഓരോ വിഷയമാണ്. പ്രാർത്ഥനയ്ക്ക് ഓരോ സബ്ജക്റ്റ് തന്നെ ഓരോ കണ്ടില്ലേ. 100 കിലോ എടുക്കുന്ന സ്ഥലത്ത് 108 കിലോ മേടിക്കും. പണ്ട് പേട് വാശി എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങ നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. 100-108 ഉണ്ടായിരുന്നു. പേട് വാശി എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മൾ മടപ്പുറം തേങ്ങ കൊടുക്കത്തില്ലേ, ഇപ്പോൾ കൊടുക്കുമ്പോൾ 100 തേങ്ങ കൊടുത്താൽ അവർ തേങ്ങക്കാർ 108 എടുക്കും. ഇതിൻ്റെ എല്ലാം പേട് പൊതിച്ച് കഴിയുമ്പോൾ പേടുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര നഷ്ടമാണ്. ഓരോ 100 തേങ്ങയ്ക്ക് 8 തേങ്ങ നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ഈ നെല്ലിനും. ഗവൺമെൻറ് നെല്ലെടുക്കുമ്പോഴും ഇടനിലക്കാരെക്കൊണ്ടാണല്ലോ എടുപ്പിക്കുന്നത്. യവന്മാർ അവിടെ ലാഭത്തിൽ നിന്ന് ഒപ്പിക്കാൻ വേണ്ടി 100-ന് 108 കിലോ അളക്കാൻ പറയും. ഇപ്പോൾ മിനി റോസിൻ്റെ പ്രശ്നം, റോസ്ബെരിയുടെ പ്രശ്നം, ഈ 100-ന് 8 വെച്ചാണ് ഇത് അളക്കണമെന്നുണ്ടെങ്കിൽ 100 കണക്കിന് കിലോ കിൻഡൽ നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടാത്ത കണക്കായിരിക്കും. അപ്പോൾ അവളിപ്പം മാതാവിനോട് പറയും, മാതാവേ 100-ന് 108 വെച്ചാൽ നമുക്ക് നിൽക്കാപ്പള്ളിക്കളിയില്ല. ഇപ്പം ഈ കാലങ്ങളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കുന്ന ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഉടമ്പടി പ്രയോജനപ്പെടുത്തും. ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? ബൈലാറ്ററൽ എഗ്രിമെൻ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഭയകക്ഷി കരാറ്. ഉഭയകക്ഷി എന്ന് വെച്ചാൽ 2 കക്ഷികൾ തമ്മിൽ. അപ്പോൾ ഉടമ്പടി നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു വ്യക്തിയായിട്ട്, നമ്മളൊരു വ്യക്തിയായിട്ട് ഈക്വലായിട്ട് വരും. ഇത് ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഇക്കണോമിക്സ് അറിയാൻ പറ്റും. ഞാനും ദൈവവും ഇപ്പോൾ ഒരു ഉടമ്പടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ എന്തെല്ലാം പ്രശ്നം വന്നാലും തളരത്തില്ല. എന്താ കാര്യം? ഉടമ്പടിയാണ്, ഉടമ്പടിയിലുള്ളതാണ്. ഇപ്പം മോഡി പ്രധാനമന്ത്രി ട്രംപിനെ പോയി കെട്ടിപ്പിടിച്ചാലും അവർ തമ്മിൽ വലിയ ബിസിനസ് ഡീലൊക്കെ നടത്തിയാലും റഷ്യക്കാരൻ കുലുങ്ങത്തില്ല. എന്താ കാര്യം? നമ്മൾ പത്രക്കാരൊക്കെ പറയും റഷ്യയിൽ നമ്മൾ മാറാൻ പോവുകയാണ്, നമ്മൾ അമേരിക്കയുമായിട്ട് ചേരിൽ വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാലും പുടിൻ അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും കുലുങ്ങത്തില്ല. എന്താ കാര്യം? ഇന്ത്യയുമായിട്ട് വർഷങ്ങളോളം അവരുടെ ഉടമ്പടിയിലാണ്.
ഇതിൻ്റെ അപ്പുറത്ത് ഫോറിൻ കണക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടിക്കെതിരാണത്. അത് മോഡി ഒട്ട് ചെയ്യത്തുമില്ലെന്ന് പുടിനറിയാം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഉടമ്പടിയുടെ ഗുണം അതാണ്. ബയലാറ്ററായിട്ടുള്ള ബൈൻഡിങ് ആണ്, മ്യൂച്വൽ ബൈൻഡിങ് വരും. അപ്പം നമ്മുടെ മുമ്പിലൂടെ എൻ്റെ മക്കളെ എൻ്റെ ദൈവത്തിൻ്റെ വിഷയത്തിലുള്ള ഉടമ്പടി സിമ്പിളാണ്. അപ്പം നമ്മൾ ദൈവദൃശ്യത്തിൽ ഏറ്റിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ദൈവികമായ രീതിയിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ മാനുഷ്യമായിട്ട് രീതിയിലാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ദൈവം ബൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം. പക്ഷേ ദൈവം അതിന് അഡിഹെറി ചെയ്യത്തില്ല, ദൈവം അതിന് വശംവദനാകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിൽ പല കാര്യങ്ങളും ഉഴപ്പും. നിങ്ങളാണെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം മുമ്പാണെങ്കിലും ഉടമ്പടി ഉണ്ടായ കാലത്ത് ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനും പ്രത്യക്ഷീകരണത്തിൻ്റെ ദൈവ ആനുകൂല്യങ്ങൾ ദൈവം ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് നമുക്ക് തരണത്. അപ്പം ഇത് ഉടമ്പടി വേറെ പ്രത്യക്ഷീകരണം വേറെയല്ല, രണ്ടും ഒന്നാണ്. പ്രത്യക്ഷീകരണത്തിന് ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഉടമ്പടി വഴി ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള തനത് അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട് പ്രത്യക്ഷീകരണം. അതുകൊണ്ടാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണം അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. അവരുടെ അത് വ്യത്യാസം ഉണ്ടാകും ഉടമ്പടിയിൽ. നിങ്ങളുടെ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അത് ഈ ലൂപ്പിംഗ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്കൊരു വിഷയമുണ്ട്, ഓക്കെ, വീടിന് ലോൺ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ അവർ പുറത്തിറങ്ങണം, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. ദാറ്റ് മേ ബി അത്. പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ബേസിക്കായിട്ട് എന്താണത്? അത് അമ്മയുടെ പ്രത്യക്ഷീകരണം 2004 ഡിസംബർ 7 സംഭവിച്ച പ്രത്യക്ഷീകരണം. ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് സമയഘടികാരത്തിൽ ചാർത്തിയ ലോകാന്ത്യത്തിൻ്റെ കളർ കാണിക്കുന്ന ഈ പ്രത്യക്ഷീകരണം അത് സഭ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് ഉടമ്പടിയിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണത്തെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വല്ലാത്ത മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വിസ പ്രോസസ്സിങ് നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടണം എന്നും പറഞ്ഞ ആ ഒരു വിഷയത്തെയാണ്, വ്യക്തിപരമായ വിഷയത്തെയാണ് മാത്രമാണ് നിങ്ങൾ ലിങ്ക് ചെയ്യണമെന്നെങ്കിൽ ഉടമ്പടി കിതക്കും. പറയണ അത്രയ്ക്ക് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് കയറത്തില്ല ഇത്. കാര്യം ഇത് എപ്പോഴും നമ്മൾ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് വരണമെന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതെടുത്ത് മാറ്റിക്കുത്തണം. ഇപ്പം നമ്മൾ ഒരു ലൈൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ലൈൻ കുത്തും. ആ ലൈനും പോയി കഴിഞ്ഞാൽ അടുത്ത ലൈൻ കുത്തും. അതാ 3 ഫേസിൻ്റെ ഒരു ഗുണം അതാണ്. അപ്പം നിങ്ങളിത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്ലഗിങ് നടത്തണം. ഇതിൻ്റെ ഒരു മെക്കാനിസം പ്രോപ്പർ പ്ലഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ വിഷയവുമായിട്ടാണ് ഉടമ്പടി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യത്തില്ല. ഇത് പ്ലഗ് ചെയ്യേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ടാണ് പ്ലഗ് ചെയ്യേണ്ടത്. നിങ്ങളെന്താ ദൈവത്തോട് പറയേണ്ടത്? ഉടമ്പടി എടുത്തുകൊണ്ട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അതാണ് സംഭവം. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നത് ദൈവത്തിൻ്റെ ആവശ്യമാണത്. പക്ഷെ അത് നമ്മുടെ ആവശ്യമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകും. ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലക്ക് ഭ്രാന്തി പിടിക്കും. എന്ന് വെച്ചാൽ കർത്താവ് പറയും, നിങ്ങൾ വെള്ളമടിച്ച കുഴിമാടങ്ങളാണ്. സിമ്പിളായിട്ട് പറഞ്ഞാണേ. നമുക്ക് കിട്ടിയിരിക്കണ ഒരു ബിരുദമാണ് വെള്ളമടിച്ച കുഴിമാടങ്ങളാണെന്ന്. അതിലെന്ത് പറയും? നിങ്ങളുടെ പുറമേ നല്ല വിശുദ്ധിയായിട്ടൊക്കെ ഭംഗിയായിട്ടിരിക്കും, അകമോ എന്ന് പറയും. അകം, അതാണ് കുഴപ്പം. ഈ സ്കാനിങ് കണ്ടുപിടിച്ച കർത്താവാണേ. ഈ ആൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും, അതാണ് കുഴപ്പം. ഇതുകൊണ്ട് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. സ്കാനിങ് യന്ത്രം പണ്ട് വരെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയും നിങ്ങളുടെ അകമോ അതിൻ്റെ എക്സ്റേ കോപ്പി എടുത്ത് പറയും കവർച്ച, ദുഷ്ടത, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, മത്തായി 23:27 വചനങ്ങൾ. കപടനാട്യക്കാരായ
കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരീസേരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. അതിന് അകമോ എന്നുള്ള വാക്കെടുത്ത് അകമോ. ലൂക്ക 11:39 ഏറ്റു പറഞ്ഞ അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഫരീസ്യരായ നിങ്ങൾ കോപ്പുകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ അകം ഒരു പ്രശ്നമാണ്. കർത്താവ് ഇയാളെ നമുക്ക് ദൈവത്തെ വിശ്വസിപ്പിക്കാനുള്ള കുഴപ്പം, ഈ ദൈവം ഇങ്ങനെ നമുക്കൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ഇന്നലെ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഇവിടെ വന്നായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതിൻ്റെ 3D എടുക്കാൻ നമുക്ക്, ഇത് പിന്നെ 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യണ രീതി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഒരു ഫോട്ടോ നോക്കുമ്പോൾ മൊബൈൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതനുസരിച്ച് കൊണ്ട് ഈ ഒരു ഫോട്ടോയിൽ തന്നെ കൃപാസനത്തിൻ്റെ മുഴുവൻ വർക്കുകൾ കയറി വരും. ഒരു ഫോട്ടോ നോക്കിയാൽ മതി, നല്ലൊരു ടെക്നീഷ്യനാണ് ഉള്ളിലേക്ക്. അപ്പം അതുപോലെ തന്നെയാണ് ഇതുപോലെ ഈ ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ കുഴപ്പം, ഈ പുറം മാത്രമല്ല അകം ഉടനെ കാണും, അകം കാണിക്കും. അതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. ദൈവതിരുസന്നിധിയിൽ ഇന്ന് അവളുടെ കുഴപ്പം ഈ അകമോ. ഇപ്പം കണ്ടില്ലേ 11:30 എന്താ ലൂക്ക 11:39 അകമോ. അതിനകത്ത് നേരത്തെ നമ്മൾ വായിച്ചത് എന്തായിരുന്നു? മത്തായിയുടെ സുവിശേഷം 23:20 അപ്പം ഈശോന് ഉള്ളിലെന്ന് പറഞ്ഞ്, ഇവിടെ ലൂക്ക അകമെന്ന് പറഞ്ഞത്. അപ്പം അകവും ഉള്ളിലും ദൈവം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി നമ്മളെപ്പോഴും നിങ്ങൾ കുമ്പസാരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. കുമ്പസാരത്തിൽ ചെയ്ത പാപങ്ങൾ മാത്രമേ നമുക്ക് കുമ്പസാരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. ചെയ്ത പാപങ്ങൾക്ക് അനുതാപം ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും. പക്ഷെ പാപം ചെയ്യാനുള്ള പ്രവണത എന്ന് പറയണത് നമ്മളുടെ നിലപാടാണത്. ഇപ്പം ഇപ്പോൾ റോസ് ബെന്നിയുടെ കാര്യം, റോസ് ബെന്നിക്ക് 9 ഏക്കറുണ്ട്. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും നമുക്ക് നമ്മുടെ അകം ശരിയല്ലെങ്കിൽ, റോസ് ബെന്നി ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈശോയോട് പറഞ്ഞത്, ഈശോ എൻ്റെ പാഠശേഖരത്തിൻ്റെ പ്രശ്നമല്ല, ഞങ്ങൾക്കിത് തന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവിടെ ഹോസ്റ്റൽ ഫീസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, കോളേജ് ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നെപ്പോലെ കുട്ടനാട്ടിലുള്ള എല്ലാ പാഠശേഖരങ്ങളും ഞാൻ സമർപ്പിക്കുകയാണ്. അവരും എന്നേക്കാൾ കടക്കാരായിരിക്കും മിക്കവാറും. അതാണ് പ്രശ്നം. അതാണ് ഈ അകമോ എന്ന് പറഞ്ഞത്. അകമോ എന്ന് പറഞ്ഞത് വെച്ചാൽ അകം ഒരു പ്രശ്നമാണ്. ഇപ്പോൾ റോസ് ബെന്നിയെ സംബന്ധിച്ചത് ഈ പ്രാർത്ഥന ദൈവത്തിൽ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? അകം ഓക്കെയാണ്. ചില ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രം കൊയ്താൽ മതി, ബാക്കിയെല്ലാം നശിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതാണ് അകമോ. കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അല്ലേ? കവർച്ച ചെയ്തിട്ട് നമ്മൾ മാത്രം രക്ഷപ്പെടണം, ബാക്കിയുള്ളവരെല്ലാം ഗതി പിടിക്കാതെ പോരണം. ഇവർ പറയണ കാര്യം അത് നമ്മുടെ ജാതിക്കാരല്ലെന്ന് പറയണം. ഇപ്പം ഇങ്ങനെ സംഭവമല്ലേ? അതാണ് വിഷയം വേണ്ടത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ജാതിയും സ്പർദ്ധയും എല്ലാം കയറി വരുമ്പോൾ അകം മോശമാവും. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈശോ ഈ അകമോ എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണത് മനുഷ്യരിൽ അവൻ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അകം മോശമാണെങ്കിൽ പിന്നെ നമ്മളെ ദൈവം വിശ്വസിക്കത്തില്ല. അകം മോശമാണെങ്കിൽ ദൈവം നമ്മളെ വിശ്വസിക്കത്തില്ല.
അതാണ് 2:24 യോഹന്നാന്റെ സുവിശേഷം. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പൊ ഒന്നിട്ട് പറഞ്ഞു നോക്കണം, മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. കാരണം മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പൊ ശുപാർശ നടക്കത്തില്ലെന്നായി പറയണത്. അതല്ലേ പറയണത്. മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമില്ല. എന്താ കാര്യം? ഇപ്പം നമ്മളിവനെ ശുപാർശ ചെയ്താലും ഇവൻ കയ്യിരിപ്പ് മോശമാണെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. കാര്യം എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഉള്ള് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. നിങ്ങളത് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഉള്ള് കറക്റ്റ് ചെയ്യണം. എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ദൈവം നേരിട്ടിറങ്ങി വന്നാൽ പോലും അവരുടെ പാപത്തിൽ നിന്ന് മാറത്തില്ല. അപ്പം അവരെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗം രക്ഷപ്പെടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളു കറക്റ്റ് ചെയ്യണം. കാര്യം ഉള്ളു കറക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം വേണം. അവിടെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആ ഉള്ള വായി നോക്കികളെല്ലാം കയറി ആ 1-ാം സ്ഥാനത്ത് കയറിയിരിക്കും. നിങ്ങളെ അറിയത്ത് പോലും ഇല്ല. അവിടെ നിങ്ങൾ പള്ളിയിൽ പോകാൻ പോലും ഒരു സമ്മതിക്കത്തില്ല. ഞാൻ എന്ത് പോണില്ല, നീ പോകണ്ടെന്ന്. ഇവർ പള്ളിയിൽ പോണത് എന്തിനാണ്? അവിടെ ലൈനടിക്കാൻ പോണതാണ് പള്ളിയുടെ അടുത്ത്. ഒരുത്തൻ ഞാൻ ഒരു വാടക്കലെന്ന് പറഞ്ഞൊരു ഇടവകയിരിക്കുന്നു. അപ്പോൾ ഒരുത്തൻ ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചു. അപ്പം ഞാൻ ഇടവക വികാരിയായ കാരണം രാത്രി പോകും മരിപ്പ് വീട്ടിൽ, അടക്കത്തിൻ്റെ സമയത്തും പോകും. പിന്നെ അടക്കി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് പോകും. കാര്യം അടക്കി കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത്. കാര്യം ആ സമയത്താണ് ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പോയിട്ട് ഇവർ ഒറ്റയ്ക്ക് മരിപ്പ് വീട്ടുകാർ ഒറ്റയ്ക്കിരുന്ന് തേങ്ങണ കാണാം. അപ്പോൾ നമ്മൾ പള്ളിക്കാർ പോയി അവിടെ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കൊടുക്കണം അവർക്ക്. അത് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. മരിപ്പിൻ്റെ ഇടയ്ക്ക് പോയില്ലെങ്കിൽ മരിപ്പ് കഴിഞ്ഞ് നിങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം. അതായത് നിങ്ങളെല്ലാം പിരിഞ്ഞു പോകാൻ വേണ്ടിയല്ല ചെല്ലണത് തന്നെ. മരിപ്പ് വീട്ടിൽ പോയിട്ടും വാച്ചിട്ട് നോക്കുന്ന ആൾക്കാരല്ലേ ഉള്ളത് നമ്മുടെ ബന്ധുക്കളെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. എപ്പോൾ അടക്കാൻ പറ്റും? അച്ഛമ്മനില്ല എന്ന് പറഞ്ഞ് നിൽക്കണ കാണാം ആൾക്കാർ. ഇതിങ്ങനെ കണ്ടല്ലേ ഈ മരിപ്പ് 3 മണിക്ക് അടക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം ഇതിങ്ങനെ കാണിക്കണ കാണാം. നമ്മളവർക്കും വല്ല പാർക്കിൻസൺസും ആണെന്ന്. പാർക്കിൻസൺസ് അല്ല, സമയത്തിട്ട് നോക്കണതാണ് വാച്ച്. അച്ഛൻ വന്നില്ലെന്ന്. ഇത്രയുള്ള ബന്ധുക്കളൊക്കെ മര്യാദക്ക് ദൈവമായിട്ടൊരു പിടിപാടുണ്ടാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ 1-ാം സ്ഥാനത്ത് കയറി വയ്ക്കുന്ന ആൾ ഒന്നും ഉതകത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഫിലിപ്പി 2:5 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി ദൈവമായുള്ള സ്റ്റാറ്റസ് നിലനിർത്തേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിച്ചില്ല. അപ്പം നിങ്ങൾ ഡോക്ടറാകാം, കളക്ടറാകാം, ആ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടത്തില്ല. എന്താ കാര്യം? സ്റ്റാറ്റസാണ് നിങ്ങളുടെ ദൈവം. ഇത് വിഷയം തന്നെ വിഷയമാണ്. നമ്മൾ നോക്കുമ്പോൾ ഇതൊന്ന് വെടിപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് നിൻ്റെ കർത്താവ് ദൈവം
ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം, അതർ ഗോഡെന്ന് പറയുന്ന ആൾ ഈ സ്റ്റാറ്റസാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഇത് അതർ ഗോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നില്ലേ ബൈബിളിൽ? ഞാനല്ലാതെ മറ്റൊരു ദൈവം, അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, മറ്റൊരു ദൈവം ഇല്ലല്ലോ. പിന്നെ ഉള്ള ദൈവം ഏതാണ്? അപ്പം നമ്മളോർക്കും വേറെ ഓരോ മതക്കാർക്കും ഓരോ ദൈവമെന്ന്. അതല്ല സംഭവം. മറ്റൊരു ദൈവം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ, നമ്മുടെ സ്റ്റാറ്റസ് തന്നെ, ഞാൻ കുറഞ്ഞ പുള്ളിയല്ല, ഞാൻ സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വീടിൻ്റെ നില കൂട്ടിക്കൊണ്ടിരിക്കണില്ലേ? അതൊരു ദൈവം കളിയാണേ. വീടിൻ്റെ അപ്പടെ 2 പേരേ ഉള്ളൂ വീട്ടിൽ, 2 പേരും കാണത്തില്ല, മക്കളെല്ലാം ഓസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെയാണ്. ഇവിടെ അപ്പാപ്പനും അമ്മാമ്മയും മാത്രമേ ഉള്ളെങ്കിലും ഒരു 16 മുടി വെച്ചിടും. ഈ വെക്കുമ്പോൾ തന്നെ അവർക്കറിയാം അവരാരും ഇവിടെ വരാൻ പോണില്ല, ഇതൊക്കെ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്, ഇത് കണ്ടവൻ കൊണ്ട് തിന്നുമെന്നുള്ളതെല്ലാം എല്ലാവർക്കും അറിയാം. എന്നാലും മുറിക്ക് എണ്ണം കുറക്കത്തില്ല. എന്താണ്? ഞാനാണ് ദൈവം. അതാണ് വിഷയം. അത് സംഭവത്തിലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ വിറ്റ് കളയാകൊണ്ടാണ്. പെട്ടവരൊക്കെ വിൽക്കുന്നു നോക്കിയോ. ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയെ കരുതിയാൽ സ്വന്തം ദൈവമായിട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ അധമ വികാരങ്ങൾ കേൾപ്പിക്കപ്പെടും. റോമർ 1:29. അതാ വിഷയം. ഈ നമ്മുടെ ഒരു പ്രലോഭനം എന്ന് പറയുന്നത് ഞാനാണ് ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഈ പ്രലോഭനം എല്ലാം കൂടി ഇങ്ങനെ കാക്കയെപ്പോലെ ആർത്തിരമ്പണത് ഇവിടെയും. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്നെ ദൈവമാക്കുന്ന കുറേ സംഭവങ്ങളൊന്ന് ഇപ്പോൾ ഇവർ തന്നെ നോക്കുമ്പോൾ എന്താണ്, ഇവരുടെ പ്രൊഫഷനിൽ ഇവർ ഓക്കെയാണ്, എക്സ്പീരിയൻസ് ഓക്കെയാണ്, പ്രൊഫഷൻസി ഓക്കെയാണ്. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് മാനേജ് ചെയ്യപ്പെടത്തില്ലെന്നല്ല, അത് കർത്താവ് മാനേജ് ചെയ്യുന്നതാണ്. ആർക്കും പൂട്ടാനാകാത്തൊരു വാതിൽ. അതായത് നിങ്ങളുടെ നിയമങ്ങൾക്കോ നാട്ടിലെ നിയമങ്ങൾക്കോ നിങ്ങളുടെ ശത്രുക്കൾക്കോ നിങ്ങൾക്ക് പാരയെ സൂചി വെക്കുന്നവർക്കോ ആർക്കും പൂട്ടാനാവാത്തൊരു വാതിൽ ഞാൻ നിൻ്റെ മുമ്പിൽ സ്ഥാപിക്കുന്നു. അടുത്ത വചനം എന്താണ്? നിന്റെ ശക്തി പരിമിതമാണ്. നിന്റെ ശക്തി പരിമിതമാണ്. ഐ നോ ഇറ്റ്. എങ്കിലും നീ എന്റെ വചനം കാത്തു. അതാണ് പറഞ്ഞത്. അപ്പം നിന്റെ മെരിറ്റ് ചില സമയത്ത് പരിമിതമാകാം. പിന്നെ എന്താണ് ആ വാക്കിന് പ്രാധാന്യം എന്താണെന്നറിയാവോ? എങ്കിലും. പറഞ്ഞേ എങ്കിലും. ഇത് ഏത് വചനമാ? വെളിപാട് 3:8. അതിനകത്തുള്ള വാക്യതാണ് പ്രധാനപ്പെട്ടത്. എങ്കിലും അതാണ്. ഇപ്പം ഈ ഡോക്ടറിനെ ജോത്സനെ ബിബിനെ മുമ്പിൽ വന്നിട്ട് അവരുടെ കൂട്ടുകാർ ഡോക്ടർ പറയുകയാണ് വെളിവ് പോയി റിലേ പോയിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. നമ്മൾ സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരല്ലേ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലേ? ഇങ്ങനെയൊക്കെ വലുതൊക്കെ വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ റോഡിൽ നിന്നുകൊണ്ട് ഇതൊക്കെ കൊടുക്കുന്നത്, മതത്തിൻ്റെ പുറകെ പോകണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുക്തിവാദികളായ ഡോക്ടർ ഇവരെ കുത്തി സംസാരിക്കും. അപ്പോഴും അവരത് മാറത്തില്ല. എങ്കിലും അതാ പറഞ്ഞു കേട്ടില്ലേ, ഇത് നമുക്ക് വേണ്ടതാണ്. ഇങ്ങനെ ആൾക്കാർ പറയണം, പറഞ്ഞിട്ട് നമ്മൾ നിലനിൽക്കണം. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇതുപോലെ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകണം. നമ്മുടെ വീട്ടുകാർ വിശ്വാസം ചിലപ്പോൾ സമയത്ത് നമ്മളെ കുത്തിപ്പറയും, വിശ്വാസത്തിനെ തള്ളിപ്പറയും. ഇതെല്ലാം കൊള്ളാം, അധികമായാൽ അമൃതം വിഷമാണെന്ന് പറയും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകണേ അമ്മമാർ പറയും. ഇപ്പം തന്നെ ബിബിനോട് ജോത്സനൊക്കെ ഒരു പരിപാടിയുണ്ട്, രാത്രി ഇരുന്നുകൊണ്ട് സാക്ഷ്യം കേൾക്കും. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, വൈഫ് രാത്രി ഇരുന്നുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഹസ്ബൻഡിന് സങ്കടം വരും. അപ്പോൾ ജോത്സനെ രാത്രിയെങ്കിലും ഇത് കേൾക്കാൻ പാടില്ലാതിരിക്കുകയല്ലേ എന്ന് ചോദിക്കും. ആരാണ്? അപ്പം വൈഫ് രാത്രി ഇരുന്നുകൊണ്ട് കൃപാസന സാക്ഷ്യം കേൾക്കുകയാണ്. അപ്പോൾ ജോത്സനോട് ബിബിൻ ചോദിക്കും, എൻ്റെ ജോത്സനെ രാത്രിയെങ്കിലും നീ ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പാടില്ലേ സാക്ഷ്യം എന്ന് ബിബിൻ ചോദിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് ഇതിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുകയാണ്, ഇവരിതിൽ നിന്നാണ് സർവേ ചെയ്ത് വരണത്. അപ്പം ബിബിനത് മനസ്സിലായിട്ടില്ല, ബിബിൻ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ബിബിനെ സംബന്ധിച്ചിടത്തോളം ഇവർ പത്രം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ വിളിച്ച്
ഒരു ഹോസ്പിറ്റൽ, അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഹോസ്പിറ്റൽ വിളിച്ചപ്പോൾ ഇവർ ഈ കുഞ്ഞുങ്ങളുടെ ഇതിന് അവർക്ക് ജോലി കിട്ടി, പക്ഷേ ഇയാൾക്ക് ജോലി കിട്ടിയിട്ടില്ല, വിപിന് ജോലി കിട്ടിയിട്ടില്ല. ഈ വിപിനെ വിളിച്ചപ്പോൾ എന്താ പ്രസവത്തിന് ഹയസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാൾ കുഞ്ഞുങ്ങളുടെ തന്നെ പൾമണോളജിസ്റ്റുകൾ ICU ഇൻറ്റൻസീവ് കെയറിലുള്ള ആളാണ്, അതിൻ്റെ ടെക്നീഷ്യനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നമ്മളെപ്പോലെ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നടത്തിയല്ല അവർ ആളെ എടുക്കുന്നത്, ഒരു പാനലാണ്. അത് പ്രൈവറ്റിൽ അങ്ങനെ ഇല്ല. ഇവിടെയൊക്കെ പ്രൈവറ്റുകാർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ ഹോസ്പിറ്റലിലൊക്കെ ആളെ എടുക്കാൻ പറ്റും. മലേഷ്യയിൽ പറ്റത്തില്ല. മലേഷ്യയിൽ ഇതുപോലെ ICU ഇൻറ്റൻസീവ് കെയറിലേക്ക് പോകുന്ന ഹൈ ടെക്നീഷ്യനൊക്കെ എടുക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പാനലുണ്ട്. അത് സയൻറ്റിസ്റ്റുകളായിരിക്കും മിക്കവാറും. ആ മേഖലയിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആ പാനലിൻ്റെ 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾക്ക് വിപിൻ മറുപടി പറയണം. അപ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ ബിബിനോട് ജോത്സന പറയും, നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഇത്തിരി ഉപ്പ് അവരുടെ കോലായിലിടാം. മലേഷ്യയിൽ അവിടെ കൊണ്ട് കുറച്ച് ഉപ്പ് ഇടണം, ഇത് വിശ്വപ്രമാണം ചെല്ലണം, കുറച്ച് ഉപ്പ് പോക്കറ്റ് ഇടണം. അപ്പോൾ പറയും ജോത്സന, ഞാൻ അവിടെ കൊണ്ട് ഇടാം, പക്ഷേ എൻ്റെ പോക്കറ്റ് ഇടേണ്ട കാര്യമുണ്ട്. അതുപോലെ ഇത് ആപ്ലിക്കേഷൻസാണ്. ഈ ഇവർ ഡോക്ടേഴ്സായത് സയൻറ്റിഫിക് പ്രൊഫൈലായ കാരണം ഇവർക്ക് കാര്യങ്ങളറിയാം, റീസണബിളായിട്ട് കാര്യങ്ങളറിയാം. പക്ഷേ ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ചളിപ്പുണ്ട് അവർക്ക്. എന്നാലും ജോസഫ് അതവിടെ കിടക്കട്ടെ, ആവശ്യം ഉണ്ടാവും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെയൊക്കെ പ്രോബ്ലം എന്ന് പറയണത്, ഉപ്പെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇത് നിങ്ങൾ പറയണ ഉപ്പല്ല ഇത്. നിങ്ങൾ ഇവിടുന്ന് നിങ്ങളത് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് സംഭവം. നമുക്ക് മെറിറ്റ് പോകത്തില്ലേ? നമ്മുടെ ഓപ്ഷൻ എന്താ? എമർജൻസി. ഇപ്പോൾ ലൈറ്റ് പോയി കഴിഞ്ഞാൽ എമർജൻസി അല്ലേ ഓപ്ഷൻ ഇല്ലേ? അപ്പോൾ മെറിറ്റ് പോയി കഴിഞ്ഞാൽ ഉടനെ ഗ്രേസാണ് ഓപ്ഷൻ. ഗ്രേസിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൈയും കാലും പൊക്കിയിട്ട് നമ്മൾ നമ്മൾ കൈ പൊക്കിയിട്ട് പട്ടാളക്കാർ യുദ്ധം തോക്കുമ്പോൾ എന്താ പറയണത്? കൈ പൊക്കും അല്ലേ? യുദ്ധം പൊക്കിയിട്ട് തോക്ക് താഴെ വെച്ചിട്ട് കൈ പൊക്കും. അതുപോലെയുള്ള പരിപാടിയാണ് ഉപ്പിടൽ. എന്ന് വെച്ചാൽ എൻ്റെ മെറിറ്റ് തീർന്ന് ഇനി നീ മാത്രമേ എനിക്കുള്ളൂ. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. ഇതിന് കവനന്റ് ഓഫ് ദി സാൾട്ട് എന്നാ പറയണത്, ഉപ്പിൻ്റെ ഉടമ്പടിയാണ്. ഉടമ്പടിയെന്ന് നമുക്ക് നിങ്ങളിപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഉപ്പൊക്കെ വെച്ചിട്ട് കൊടുക്കും. അതല്ല കൃപാസന ഉടമ്പടി ഉപ്പാ തരണത്. ഉടമ്പടി ഉപ്പ് എന്ന് പറയുന്നത് ഈ സംഖ്യ 18 വായിച്ച് നീരാജനം ചെയ്ത നീരാജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവണലിപ്തമായ ഉപ്പ് തളിച്ചതെന്ന് എൻ്റെ അർത്ഥം. നെഞ്ചും വലത്തെ കാൽക്കുറകും പോലെ. അതായത് ബലിവസ്തുവിനെ കുറിച്ച് പറയണ, ആടിനെ കുറിച്ച്, ബലിയർപ്പിക്കപ്പെട്ട ആടിനെ നെഞ്ചും, ആടിൻ്റെ നെഞ്ചും ഉപ്പ് തളിക്കും. പിന്നെന്താണ്? വലത്തെ കാൽക്കുറകും പോലെ. വലത്തെ കാലത്തൂടെയും ഉപ്പ് തളിക്കും. പറ. അവയുടെ മാംസം നിനക്ക് അവകാശപ്പെട്ടതാണ്. ആർക്കാണ്? ലേവിയർക്ക്, പുരോഹിതന്മാർക്ക്. പറ. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി ഉപ്പ് തളിച്ചതായിട്ട് സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ലേവ്യ പുരോഹിതന്മാർക്ക് ഇപ്പം ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളില്ലേ? ഇപ്പം മോശ ഇവർ വാഗ്ദാന നാട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും വാഗ്ദാന നാടിൻ്റെ 12 ഭാഗങ്ങളെ 11 ഭാഗങ്ങളെയും ഭാഗിച്ച് യൂദയ ഒരാൾക്ക്, സമറിയ ഒരാൾക്ക്, ഇങ്ങനെ ഭാഗിച്ച് കൊടുത്തു. അതാണ് ഇയാൾ വിടാത്തതിൻ്റെ കാര്യമേ. ഈ നെഥന്യാഹു ഈ യുദ്ധം നടക്കണില്ലേ, നെഥന്യാഹു ചുട്ടക്ക് വിടാത്തതിൻ്റെ കാര്യം അയാൾക്ക് ആ ഇസ്രായേൽ ഗോത്രത്തിന് ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്.
അയാൾ സിറിയയിൽ പോയി നിൽക്കണ എന്താ ഇപ്പം പോയി സിറിയയിൽ നിൽക്കണില്ലേ? സിറിയയിൽ ഇസ്രയേൽ പള്ളാൻ കയറിയിട്ട് അത് ഇതുപോലെ ഇസ്രയേൽ ഗോത്രത്തിൻ്റെ ഒരു ഓഹരിയായിരുന്നു പണ്ടത്തെ. അവർ പിന്നെ അവരെ തല്ലി ഓടിച്ചു, റോമക്കാർ തല്ലി ഓടിച്ചപ്പോൾ ഇവർ കയറി അറബികൾ അവിടെ കയറി ഇൻവൈറ്റ് ചെയ്തിട്ട് പിന്നീട് ഇവനോടെ കാലത്ത് 1948 ഇവർക്ക് ചെറിയൊരു പോർഷൻ അവർ വില കൊടുത്ത് വാങ്ങിച്ചതാണ് അവിടെ. പക്ഷേ അവിടെ മനസ്സിലിരിക്കുന്നത് ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്ന അവരുടെ പോർഷനാണ് അവിടെ മനസ്സിൽ. അതാണ് ഗ്രേറ്റർ ഇസ്രയേൽ എന്ന് പറയണത്. ഇന്നത്തെ കാലത്ത് ഇത് മാത്രം വില പോകുമെന്ന് നമുക്കറിയത്തില്ല. രക്തരൂക്ഷിതമായ ഒരു സബ്ജക്റ്റാണത്. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന പിതാവേ നന്ദി പിതാവേ മഹത്വം മഹത്വം പിതാവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. എൻ്റെ മക്കളെ, വളരെ നല്ലൊരു സമയമാണിത്. കർത്താവ് പ്രസാദിച്ച് നിൽക്കുന്ന സമയമാണ്. നിങ്ങളെ വചനം കേട്ട് കേട്ട് വിശ്വാസം കൂടി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് രോഗത്തിന് ഈ സമയത്ത് സുഖപ്പെട്ട ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് രോഗമുള്ളത് ബ്ലീഡിങ് ആയാലും ശരി, ശ്വാസകോശ രോഗങ്ങളായാലും ശരി, സ്പോണ്ടിലോസിസ് രോഗങ്ങളായാലും ശരി, തൈറോയ്ഡ് രോഗങ്ങളായാലും പിസ്തുലായാലും PCOD ആയാലും എല്ലാം അതാ സ്ഥലങ്ങളിൽ അബ്ഡോമൻ രോഗങ്ങൾക്കെല്ലാം അടിവയിലാണ് കൈവെക്കേണ്ടത്. ശിരസംബന്ധമായ രോഗങ്ങൾക്ക് ശിരസ് കൈവെക്കണം. അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് നിങ്ങൾ ആൾക്കാരെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ ഹാപ്പി ആകണം. ഒന്ന് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 ഒരു നിമിഷം കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. യേശാവ് ഇസഹാക്ക് യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ പറയുന്ന സ്ഥലം അവസാന ആശീർവാദത്തിനായി ഇസഹാക്ക് യാക്കോബിനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ അവൻ്റെ മേലങ്കിയുടെ സുഗന്ധം അവൻ്റെ നാസികയിലെ ഘ്രാണിക്കുമ്പോൾ ഇസഹാക്ക് പറയും, നീ എൻ്റെ മകൻ ഏശാവ് തന്നെ, നിൻ്റെ ഉടുപ്പ് കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ്. ദൈവത്തിലെ നീ നിൽക്കുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട കർത്താവ് കനിഞ്ഞ അനുഗ്രഹിച്ച 10,000 കണ്ണീരൊക്കെ ദൈവം തുടച്ച ദൈവികമായ സ്ഥലത്താണ് നിൽക്കുന്നത്. നീ നിൽക്കുന്നതല്ല, നിന്നെ നിർത്തിയതാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 Hallelujah.
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരം എന്റെ ശിരസിൽ വെക്കണമേ. അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി എന്റെ ശിരസിലൂടെ ഒഴുകട്ടെ. ശിരസിന്റെ രോഗങ്ങള്, ശിരസിന്റെ സൃഷ്ടികള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശിരസിലെ ക്യാൻസർ, കർത്താവിന്റെ നാമത്തിൽ, കർത്താവിന്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എന്റെ തൊണ്ടകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുറിവാർന്ന ആണിപ്രതാടുന്ന അത്ഭുതകര തൊണ്ടകളെ സ്പർശിക്കണമേ. പണ്ടുരസസ് രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിലൈറ്റ് രോഗങ്ങള്, തൊണ്ട വീക്കങ്ങള് മാറിപ്പോകട്ടെ. എന്റെ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന ആണിപ്രതാടുന്ന അത്ഭുതകരം ശ്വാസകോശങ്ങളിലെ അടിപ്പിണർ പോലെ ശ്വാസകോശങ്ങളിലെ പ്രസരിക്കട്ടെ. വലിവ് രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, വാൽവ് രോഗങ്ങള്, ബ്ലോക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ, കരൾ രോഗങ്ങള്, രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള് ഈശോയുടെ നാമത്തിൽ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി എന്റെ ശ്വാസകോശങ്ങളെ യേശുവിന്റെ രക്തത്താൽ കഴുകട്ടെ. മാരക രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടിവയറ്റിലും വയറിലും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവായ ദൈവമേ, കുടൽ രോഗികള്, അൾസർ രോഗികള്, അർശസ് രോഗികള്, അതുപോലെ തന്നെ നടുവേദനയുള്ളവര്, ഹിപ്പിന് വേദനയുള്ളവര് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഉദരരോഗങ്ങള്, രഹസ്യ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ അടിപ്പിണ പോലെ, ആഘാതം പോലെ ദൈവികമായ ശക്തി ഇടിച്ചിറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തിയാൽ മാരരോഗങ്ങള്, അസ്ഥിരോഗങ്ങള്, കുഴകളുള്ള രോഗങ്ങള്, വാതരോഗങ്ങള്, വിസർപ്പരോഗങ്ങള്, ത്വക്ക് രോഗങ്ങള് കർത്താവിന്റെ നാമത്തിൽ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ശ്രദ്ധയോടെ നിൽക്കേണ്ട സമയമാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മണ്ഡലങ്ങളിലെ വിഷമസന്ധിയിലാകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ജോലിയില്ലാത്തവർ, ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വേറെ കോമ്പറ്റീഷൻ ബേസിൽ വേറെ ആൾക്കാരും കമ്പനികളും ഏജൻസികളും ഒക്കെ പിടിമുറുക്കിയിട്ട് പണിയില്ലാതെ കൂടെ നിൽക്കുന്നവരെ നിലനിർത്താൻ പറ്റാതെ അവരും വേറെ വേറെ ചിതറിപ്പോയിട്ട് അകപ്പാടെ ഒറ്റപ്പെട്ടു പോയി സങ്കടപ്പെട്ട ഒത്തിരി മനുഷ്യരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച പ്രാർത്ഥന സമയമാണ്. നിങ്ങൾ ഓർക്കുക, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിനക്കൊരു പരിഹാരം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നീ ശ്രദ്ധിച്ച് ഉടമ്പടി ജീവിക്കാൻ നോക്കുക. കർത്താവ് എങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയയിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷയിൽ കൂടെ തോറ്റുപോയിട്ട് ഇത് തന്നെയാണോ ഞാൻ പഠിക്കേണ്ടിയിരുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഇനി എനിക്ക് പിന്നോട്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വഴിമുട്ടി നിൽക്കുന്ന മക്കൾ പുതിയ വഴി അവർക്ക് തെളിച്ചു കൊടുക്കുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ അത് വീട്ടിലെ പ്രയാസങ്ങളുണ്ട്. പലതരത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഓരോ പ്രയാസങ്ങളുണ്ട്. വീട് മൊത്തം പ്രശ്നമാണ്. വീട്ടിലോട്ട് ചെല്ലാൻ പറ്റുന്നില്ല, കയറാൻ പറ്റുന്നില്ല, വല്ലയിടവും പോയി ഒളിച്ചു പോയാലാൻ തോന്നിപ്പോകുന്ന രീതിയിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ കർത്താവെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ചെറിയ കടകളുണ്ട്, ജീവിത മാർഗങ്ങളുണ്ട്, അതും അടഞ്ഞു വരുന്ന ലക്ഷണമാണ്. കടക്കാരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ്. ചോദിക്കുമ്പോൾ പരിഭവമാണ്. ഇനി ഞാൻ എന്തെടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റുമെന്നറിയാതെ വേദനിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വീടിൻ്റെ വഴിയില്ലാത്തവർ, വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർ, ഭാഗ ഉടമ്പടി നടക്കാത്തവർ, എല്ലാവരുടെ പേരും കർത്താവിൻ്റെ ചൈതന്യം പ്രസ്തരിക്കട്ടെ. ശ്രുതികട്ടെ. എൻ്റെ മക്കളെ, വളരെ ശ്രദ്ധയോടെ നിൽക്കേണ്ട സമയമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടി 1000 പേര് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കർത്താവ് നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കുന്ന സ്വർഗീയമായ നിമിഷമാണ്. ഒരൊത്തിയും പിടിയും കിട്ടാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു പുതിയ വഴി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ജീവിക്കാൻ വേണ്ടി ഒരു മാർഗം. ചിലർക്ക് ജീവിത പങ്കാളി കിട്ടണില്ല. 45 വയസ്സായി, ജീവിത പങ്കാളി കിട്ടണില്ല. ഇനി കിട്ടുമോ എന്നറിയാൻ പറ്റാത്ത ആശങ്കയാണ്. അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല. അവിടെ ജീവിതം ആകപ്പാടെ തകരുകയാണ്. പുത്തരിഞ്ഞ പുസ്തകം പോലെ കിടക്കും. തുന്നിക്കൂട്ടാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, ചെയ്തുകൊണ്ടിരുന്ന രഹസ്യമായ കാര്യങ്ങളെല്ലാം പരസ്യമായി പോയത് കാരണം പലതരത്തിൽ എപ്പോഴും കുത്തും നോടും മേടിച്ച് എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്താൻ മതിയെന്ന് തോന്നുന്ന രീതിയിൽ മാനസിക ഭാരമുള്ളവരെ കർത്താവ് സ്പർശിച്ച് അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ച് ശക്തിപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പല ബാങ്കുകളും മുട്ടിട്ട് ലോൺ കിട്ടാതിരിക്കുന്നവരെ, ആവശ്യപ്പെട്ട രേഖ കിട്ടാത്തവരെ, വീടിന് നമ്പർ കിട്ടാത്തവരെ, ഇനി ഈ വിഷയത്തിൽ ചെയ്യാൻ ഇനി ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ പകച്ചു നിൽക്കുന്നവർ, 2-3 ഏജൻസിക്ക് പൈസ കൊടുത്ത് എല്ലാ പൈസയും പോയി ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുന്നവർ, ശരിക്കും പറഞ്ഞാൽ ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ കേൾക്കുന്നവർ പറയും ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇപ്പം എങ്ങനെ ഇരിക്കണം, താനേ കയറിയാൽ കൊയ്യാലില്ല, അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെ ആശ്വാസമില്ലാതെ ചവിട്ടി പുറത്താക്കപ്പെടുന്നവർ, കർത്താവ് അവർക്ക് അങ്ങ് മാത്രമേ, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ഒറ്റ വാക്കിലാണ് ഈശോയെ അങ്ങനെ മക്കൾ ഇവിടെ നിൽക്കുന്നെന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല. ഇനി എന്ത് ചെയ്യുന്നവർക്കൊരു ഐഡിയ ഇല്ല. കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി വിസായും പുതുക്കാൻ പറ്റണില്ല. ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ പ്രോജക്റ്റും തീർന്ന് തിരിച്ചു പോരേണ്ടി വരുന്നു. വിസ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ കുഴങ്ങിക്കണ്ടിക്കുന്നവർക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുടെ മേൽ
കർത്താവിൻ്റെ അരുവി വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ്. ജീവിതത്തിലുണ്ടാകുന്ന ഓരോ വിഷയങ്ങളെല്ലാം പേപ്പർ സംബന്ധമായ രേഖ സംബന്ധമായ സൈൻ ചെയ്ത് കിട്ടേണ്ട ഒരു അവസ്ഥകളിൽ നിൻ്റെ എല്ലാ പേപ്പറുകളും സൈൻ ചെയ്യുന്നതിന് വേണ്ടി നിൽക്കും തടസ്സങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാവരും മുട്ടേ നിൽക്കുക. മുട്ടയിൽ നിന്നാണ് സമാപന ആശീർവാദം മേടിക്കേണ്ടത്. ഇപ്പോഴും മൗനമായിട്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവർ പ്രത്യേകിച്ച്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും അങ്ങേയ്ക്കാരാധന.